കേൾക്കണോ? നിങ്ങൾക്ക് ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന വാർത്തയാണിത്. അതായത് എസ് അജയ്കുമാർ എന്ന പാറശാലയിലെ നിങ്ങളുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ആ സെക്രട്ടറി ഈ എങ്ങനെ നമ്മൾ തോറ്റു, എങ്ങനെ CPM തോറ്റു എന്നുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സെക്രട്ടറി പറയാണ് കാരണഭൂത രാജിവെക്കണോ പോരെ. അതായത് ഈ കാരണഭൂതം പാട്ട് തിരുവാതിരക്കളിയായി അവതരിപ്പിച്ചതിന്റെ ആ സംഘാടകൻ പറയുകയാണ് പിണറായി വിജയ കാരണഭൂതമേ രാജിവെച്ച് പോടോ, പാർട്ടിയെ രക്ഷിക്കടോ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു തിരുവാതിരക്കളി നടത്തുമെന്നാണ് എസ് അജയ്കുമാർ പറയുന്നത് കേട്ടോ. അപ്പൊ എസ് അജയ്കുമാറിനെ പോലെ ഇതാ തുടങ്ങിക്കഴിഞ്ഞു, ഏരിയ കമ്മിറ്റികളിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഒരു രക്ഷയുമില്ല കേട്ടോ, ഒരു രക്ഷയുമില്ല പിണറായി വിജയന്. നമ്മുടെ അപ്പം ഗോവിന്ദൻ എന്താ പറഞ്ഞത്? അപ്പം ഗോവിന്ദൻ പറഞ്ഞത് എല്ലാവരും ധൈര്യമായ അഭിപ്രായം പറയണം, പക്ഷേ കാരണഭൂതത്തെ മാറ്റില്ല. അപ്പം ഗോവിന്ദന് നമുക്ക് കുറ്റം പറയണ്ട. കാരണഭൂതത്തെ മാറ്റിയാൽ ആരെയാണ് പിന്നെ ആക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണഭൂതമല്ല പ്രതിപക്ഷ നേതാവ്, പകരം ഏത് പ്രതിപക്ഷ നേതാവ്? ആരെയാ പ്രതിപക്ഷ നേതാവാക്കുക? ഇവരൊക്കെ പറയുന്നത് KN ബാലഗോപാലിനാണ്. ആരാ ഈ KN ബാലഗോപാൽ? ഇയാൾക്ക് വല്ല ബോധം വിവരുണ്ടോ? KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ പാർട്ടി എന്ന് തീർന്നു ചോദിച്ചാൽ മതി. ഒരാംബിയറും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഗുണങ്ങളും ഇല്ലാത്തൊരു മണുകുളാഞ്ചനല്ലേ KN ബാലഗോപാൽ. ഇയാൾ പിണറായി വിജയനെ എണ്ണ തേപ്പിക്കുക എന്നുള്ള ഒറ്റ പരിപാടി കൊണ്ടല്ലേ ഇയാൾ നിൽക്കുന്നത്, അല്ലേ? ഇയാൾ എന്തോ വലിയ വണസ്ത്രാളാണെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ തലമൂത്ത ആളാണ് പിണറായി, അല്ലേ പിന്നെ KN ബാലഗോപാൽ. അപ്പൊ പിന്നെ ആളില്ലാന്നേ, പിന്നെ ആരാളുള്ളത് പ്രതിപക്ഷ നേതാവാകാൻ? പിന്നുള്ളത് മരുമോനാണ്. മരുമോൻ ഇവിടെ ബേപ്പൂരിൽ മത്സരിച്ച് ബേപ്പൂരിനെ ആകെ കുട്ടിച്ചോറാക്കിയതാണ്. ബേപ്പൂർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും സാധ്യതകളുള്ള ഒരു മണ്ഡലത്തെ കഴിഞ്ഞ 5 വർഷം ഭരിച്ചിട്ട് ഇവിടെ ആകെ കൊളമാക്കി വെച്ച, ഒന്നിനെ കുറിച്ചൊരു ബോധവും വിവരവും ഇല്ലാത്ത ഒരുത്തനാണ് ഈ പറയുന്ന റിയാസ് എന്ന് പറയുന്ന ഇയാളുടെ മരുമോൻ. പിന്നെ ആരാണുള്ളത്? ആരുമില്ലാതെ. അതുകൊണ്ടാണ് ഗോവിന്ദനെ നമ്മൾ കുറ്റം പറയേണ്ട, അപ്പം ഗോവിന്ദനെ കുറ്റം പറയേണ്ട. അപ്പം ഗോവിന്ദന് പ്രതിപക്ഷ നേതാവാകാൻ ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വളരെ ആസൂത്രിതമായി ഒരാൾ പോലും തനിക്ക് ശേഷം തന്റെ മരുമോനല്ലാതെ CPM-ൽ ഒരാൾ പോലും വളർന്നു വരരുത് എന്ന് ദൃഢനിശ്ചയത്തോടെയാണ് എല്ലാവരെയും ഐസക് മുതൽ സുധാകരൻ മുതൽ ഇങ്ങേപ്പുറത്തേക്ക് മറ്റേ K രാധാകൃഷ്ണൻ, KK ശൈലജ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് കുറുപ്പിനൊക്കെ എന്നോ വെട്ടി വീഴ്ത്തി എന്ന് പറഞ്ഞാൽ CPM-ലെ ഏറ്റവും ത്യാഗസുരഭിലമെന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും പ്രസരിപ്പുള്ള നേതാക്കന്മാരെ മുഴുവൻ അരിഞ്ഞ് വീഴ്ത്തി അവസാനം ഈ KN ബാലഗോപാലിനെ പോലെ കുറെ മണുകുണാഞ്ചന്മാരെ സജീച്ചെറിയാൻ ഈ KN ബാലഗോപാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്ത കുറെ സാധനങ്ങൾ. മറ്റൊന്ന് വിജയരാഘവൻ വായ തുറന്നു കഴിഞ്ഞാൽ മൈക്കിന്റെ മുന്നിൽ നിന്ന് വായ തുറന്നു കഴിഞ്ഞാൽ 1000 വോട്ട് പോയി. 1000 സഖാക്കൾ പിന്നെ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ബോധം, ആർക്കെങ്കിലും ബോധം വേണ്ടേ? KK രാഗേഷ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ നീ അന്വേഷണം വേണ്ട ഗോവിന്ദ നിർത്തിക്കാളടോ നിന്റെ ഈ അന്വേഷണ പ്രകസനം. KK രാഗേഷ് പറഞ്ഞു ഇനി ഒരു അന്വേഷണം വേണ്ട. KK രാഗേഷിന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ പാർട്ടി തോൽക്കാൻ കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ പള്ളി, ഇവിടുത്തെ മുസ്ലിം പള്ളികള്, ഇവിടുത്തെ മുസ്ലിം ലീഗ്, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പിന്നെ എന്താ പറയേണ്ടത്, ഇവിടുത്തെ മുസ്ലിം സംഘടനകളൊക്കെ ഇവര് മുഴുവനും വർഗീയത കളിച്ചു. അതുകൊണ്ടാണ് തോറ്റത്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ സഖാവ് ജയിച്ചെന്തുകൊണ്ടാണെന്നറിയോ? പാർട്ടിയിൽ ആരും വോട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്തത് മുഴുവൻ ആരാണ്? പള്ളിക്കാര് എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി, തീവ്ര ഇസ്ലാമിക ഏകീകരണം ഉണ്ടായത്രേ, വർഗീയത. അതുകൊണ്ടാണ് മൂപ്പരെ കണ്ടുപിടുത്തം. ഇനിയിപ്പം ഈ ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും മറ്റേ ബ്രാഞ്ച് കമ്മിറ്റിയിലൊന്നും നിങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? KK രാഗേഷ് എന്ന് പറയുന്ന ഇവൻ അമൂൽ ബേബി എന്നൊക്കെയാണ് ഇവരെ പറ്റി പറയുന്നത്. എന്ന് പറഞ്ഞാൽ CPM നേതാക്കന്മാരുടെ വെട്ടി തൂക്കി നടക്കുന്നവൻ. അത് കൂടാതെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല ഇതില്. പിന്നെ ആ ഒറ്റ പരിപാടി അറിയുള്ളൂ, പെട്ടി തൂക്കി. നമ്മളെ മറ്റേ ശവം തൂക്കി എന്ന് പറഞ്ഞാൽ ഒരു പെട്ടി തൂക്കിയാണ് KK രാഗേഷ്. അപ്പൊ KK രാഗേഷ് എന്ന് പറയുന്ന പെട്ടി തൂക്കി കണ്ണൂർ ജില്ല നമുക്കറിയാലോ, CPM-ന്റെ ശക്തി കേന്ദ്രം,
14 ജില്ലകളിൽ വെച്ച് CPM-ന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ CPM-ലെ മുഴുവൻ ആൾക്കാരും മനസ്സുകൊണ്ട് മടുത്തു മാറുകയാണ്. എന്ന് പറഞ്ഞാൽ സഖാക്കൾ നല്ല 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 എന്താ പറയാ നല്ല കമ്മ്യൂണിസത്തെ കുറിച്ച് അറിയുന്ന അല്ലെ കമ്മ്യൂണിസത്തെ കുറിച്ച് അറിയുന്ന കമ്മ്യൂണിസത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ സഖാക്കൾ മുഴുവനും പാർട്ടി വിടുകയാണ്. ഏറ്റവും പുതിയ വാർത്ത എന്താണെന്നറിയോ? ഏറ്റവും പുതിയ വാർത്ത കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ നേതൃത്വത്തിൽ പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു. പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരികയാണ്. എന്ന് പറഞ്ഞാൽ CPM തീർന്നു. CPM ഇനിയില്ല. CPM-ന് പകരം ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്യുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്നത് കുഞ്ഞികൃഷ്ണൻ സഖാവാണ്. അണികൾ നേതൃത്വത്തെ തിരുത്തട്ടെ, അണികളാണ് നേതൃത്വത്തെ തിരുത്തേണ്ടത് എന്ന തന്റെ പുസ്തകത്തിൽ പറഞ്ഞതനുസരിച്ച് അണികൾ നേതൃത്വത്തെ തിരുത്താൻ തുടങ്ങിയപ്പോൾ കുഞ്ഞികൃഷ്ണൻ സഖാവ് MLA ആയി മാറി. അല്ലേ? പയ്യന്നൂര് എന്ന് പറഞ്ഞ CPM-ന്റെ കോട്ടയാണെന്ന്. അവിടെ മറ്റാർക്കും ജയിക്കാൻ പറ്റില്ല. അവിടെയാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ സഖാവിനോടൊപ്പമായിരുന്നു പാർട്ടിയിലെ എന്താ പറയാ 916 പരിശുദ്ധിയുള്ള അണികൾ. ബാക്കി TI മധുസൂദൻ എന്ന് പറയുന്നവരുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, കള്ളൻ. എന്ത് കള്ളൻ? ഈ രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചവൻ അല്ലേ? രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചവനെ സ്ഥാനാർത്ഥിയാക്കി. രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ തത്വശാസ്ത്രം. പാർട്ടി എന്ന് പറയുന്നത് കള്ളന്മാരുടെ പാർട്ടിയാണ്, കൊള്ളക്കാരുടെ പാർട്ടിയാണ്. കണക്ക് ചോദിക്കരുത്. കണക്ക് ചോദിച്ച കുഞ്ഞികൃഷ്ണൻ അല്ലെ? കണക്ക് ചോദിച്ച കുഞ്ഞികൃഷ്ണൻ കള്ളനാണ്. ആരാ പറഞ്ഞത്? പൂമരൻ. M സ്വരാജ് എന്ന് പറയുന്ന പൂമരൻ. വേറൊരു KK രാഗേഷിന്റെ വേറൊരു മോഡല്. KK രാഗേഷ് പറഞ്ഞു കണക്ക് കൊടുക്കൂല. കുഞ്ഞികൃഷ്ണൻ ചോദിച്ചാൽ കൊടുക്കൂല. സ്വരാജ് എന്നാ പറഞ്ഞത്? കുഞ്ഞികൃഷ്ണൻ കള്ളനാണ്, കള്ളന്മാർ ചോദിച്ചാൽ കൊടുക്കൂല. അവസാനം കുഞ്ഞികൃഷ്ണൻ ഗംഭീരമായി വിജയം നേടി. ഇപ്പോഴിതാ കുഞ്ഞികൃഷ്ണൻ സഖാവ് കേരളത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവാൻ പോകുന്നു. കുഞ്ഞികൃഷ്ണൻ സഖാവ് സമാന ചിന്താഗതിയുള്ള ആൾക്കാരെയൊക്കെ ചെന്ന് കാണുകയാണ്. തളിപ്പറമ്പില് TKG ഉണ്ട്, TK ഗോവിന്ദനുണ്ട്. എന്താണ് കമ്മ്യൂണിസം എന്ന് ഉരച്ചു നോക്കി മനസ്സിലാക്കാൻ ആദർശ ശുദ്ധിയുള്ള നേതാവ്. ഇതേപോലെ കുഞ്ഞികൃഷ്ണൻ എങ്ങനെയാണോ പയ്യന്നൂരിൽ ജയിച്ചത്, അതേപോലെ തളിപ്പറമ്പിൽ PK ശ്യാമള എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ AK സാജൻ എന്ന് പറയുന്ന പ്രവാസി വ്യവസായിയെ കൊലക്ക് കൊടുത്ത നിറികട്ട PK ശ്യാമളയെ പരാജയപ്പെടുത്തിയ TKG ഉണ്ട്. ഇങ്ങനെ പാർട്ടിയില് സംശുദ്ധരായ CPM-ലെ സംശുദ്ധരായ നേതാക്കളെ, സംശുദ്ധരായ അണികളെ ഒത്തുചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടി ഉദയം കൊള്ളുകയാണ് കേട്ടോ. ഇനി CPM എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാലോ, CPI എന്ന് പറയുന്ന ഒരു പാർട്ടി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലെ ആളുകളും എന്താ പറയാ അണികളൊന്നും ഇല്ലാത്തൊരു പാർട്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് CPM എന്ന് പറയുന്ന പാർട്ടി അവസാനം അത് ക്രിമിനലുകളുടെ, ആര് പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് പറഞ്ഞത് G സുധാകരൻ എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ പറഞ്ഞു CPM എന്ന് പറയുന്നത് ആരാണ്? ക്രിമിനലുകളുടെ പാർട്ടിയാണ്. ക്രിമിനലുകളുടെ പാർട്ടിയിൽ ക്രിമിനലുകളെയുള്ളൂ, ഡ്രഗ് മാഫിയകളെയുള്ളൂ. അത്തരത്തിൽപ്പെട്ട മയക്കുമരുന്ന് മാഫിയകളും ക്രിമിനലുകളും കൊള്ളക്കാരും അടങ്ങിയ പാർട്ടിയെ സംശുദ്ധമാക്കുകയാണെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകൃതമാകുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മളൊക്കെ കരുതിയത് CPM തകർന്നുപോയി, ശരിയാണ്, CPM തകർന്നു. ആ തകർച്ചയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ, TKG-യുടെ നേതൃത്വത്തിൽ, G സുധാകരന്റെ നേതൃത്വത്തിൽ, ഐഷ പോറ്റിയുടെ നേതൃത്വത്തിൽ, അങ്ങനെ CPM-നെ സ്നേഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ഒരു പുതിയൊരു പാർട്ടി ഉദയം കൊള്ളുകയാണ്. അതൊരു പാർട്ടി മാത്രമായിരിക്കില്ല കേട്ടോ. കാരണം നമുക്കറിയാലോ, RMP എന്ന് പറയുന്ന TP ചന്ദ്രശേഖരന്റെ പാർട്ടി, ചന്ദ്രശേഖരൻ ഇതേപോലെയായിരുന്നു. യഥാർത്ഥത്തിൽ ആദ്യം കലാപം തുടങ്ങിയത് TP ചന്ദ്രശേഖരനായിരുന്നു. പിണറായി വിജയനോട്, എടോ പിണറായി വിജയ, ഇതല്ലടോ കമ്മ്യൂണിസം, ഇതല്ലടോ നമ്മുടെ പ്രത്യയശാസ്ത്രം എന്ന് കൈതുണ്ടി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ധീര വിപ്ലവകാരി രൂപം കൊടുത്ത RMPI. ചന്ദ്രശേഖരൻ നിങ്ങൾ 51 വെട്ടുവെട്ടി കൊന്നു അല്ലേ? 51 വെട്ടുവെട്ടി കൊന്ന നൃശംസരെ 102 വെട്ടുകളോടെ നിങ്ങളെ കേരളത്തിൽ നിന്ന് നിങ്ങളെ മുഴുവനും നിഷ്കാസിതരാക്കി ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കേട്ടോ. അപ്പോൾ RMPI ഉണ്ടാവും, KK രമയും വേണുവും ഉൾപ്പെട്ട RMPI ഉണ്ടാകും.
നമ്മുടെ സി പി ജോണിന്റെ അല്ലാതെ എം വി രാഘവന്റെ അല്ലെങ്കിൽ നികേഷിന്റെ എന്ന് പറയണ്ട. നികേഷൊക്കെ കാലുമാറി പോയല്ലോ. CPM-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കഥ വേറെ, അത് ഞാൻ വേറെ പറയാം. കിണറേഷിന്റെ മഹാത്മ്യം, കിണറേഷ് ഇപ്പോഴുണ്ട്. A4 പേപ്പറൊക്കെ ആയിട്ട് മൂപ്പർ ഇങ്ങനെ ചില വീഡിയോകൾ ചെയ്യും. ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ വാർത്ത കേട്ടാൽ തന്നെ, ഇവന്റെ വാക്കുകൾ കേട്ടാൽ തന്നെ ആൾക്കാർ നിർത്തിപ്പോകും. എന്ന് പറഞ്ഞാൽ CPM-നെ മുട്ടിപ്പിച്ച അല്ലെങ്കിൽ ഇത്രമാത്രം എന്താ പറയാ, ഇത്രമാത്രം നാണം കെട്ട തോൽവിയിലേക്ക് CPM-നെ നയിച്ച ആൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കിണറേഷാണ്. കിണറേഷ് നമുക്ക് മാറ്റി നിർത്താം. CMP RMPI അങ്ങനെ ഈ CPM-ൽ നിന്ന് വിഘടിച്ചു പോയ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ചുകൊണ്ട് ഒരുപക്ഷെ വരും നാളുകളിൽ ഏറ്റവും ശോഭയാർന്ന CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ മഹത്വങ്ങളും ഉൾക്കൊള്ളുന്ന, എല്ലാ ആദർശ ശുദ്ധിയും ഉൾക്കൊള്ളുന്ന പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുകയും അതിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനും ചേക്കേറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് വരാൻ പോകുന്നത്. അവസാനം സംഭവിക്കാൻ പോകുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി ആകെ അമ്മായിയച്ഛന്റെയും മരുമോന്റെയും പാർട്ടിയായി മാറും. അത്തരത്തിൽപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നത്. അതിന്റെ ഒരുപാട് പുതിയ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഏതായാലും ഈ ഒരു വിവരം കിട്ടിയ ഉടനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4-5 ദിവസങ്ങളായി അണിയറയിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ നമുക്കറിയാമല്ലോ, നേരത്തെ തന്നെ ഐസക്കിന്റെ നേതൃത്വത്തിൽ, ജി സുധാകരന്റെ നേതൃത്വത്തിൽ നമുക്ക് പേര് പുറത്ത് പറയാൻ പോലും മടിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. കാരണം അവർക്കൊക്കെ പേടിയായിരുന്നു. എങ്ങനെയാണ് പറയുക. ഇപ്പോഴിതാ ആൾക്കാരൊക്കെ പുറത്തു പറയാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ, PB-യിൽ നിങ്ങൾക്കറിയോ, ഇയാളെ പ്രതിപക്ഷ നേതാവ് ആക്കരുത് എന്ന് പോളിറ്റ് ബ്യൂറോയിലെ 7 ആൾക്കാർ, ഒന്നും രണ്ടുമല്ല, പോളിറ്റ് ബ്യൂറോയിലെ 18 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരിൽ വസുകി മാത്രം വന്നില്ല, ഒരാൾ വന്നില്ലായിരുന്നു ഈ ഓൺലൈൻ മീറ്റിംഗിൽ. ബാക്കിയുള്ള 7 പേര് ഇയാളെ ആക്കരുത്, ഇയാളെ ആക്കണം എന്ന് പറഞ്ഞ 10 ആൾക്കാര്, ഇയാളെ ആക്കരുത് എന്ന് പറഞ്ഞ 8 ആൾക്കാർ, ഈ 7 വരാത്ത ഒരാളും കൂടി നമ്മൾ കൂട്ടി 8. ഈ 10-ല് ആക്കണം എന്ന് പറഞ്ഞ 10-ല് ഇയാളുണ്ട്. ആരുണ്ട്? കാരണഭൂതമുണ്ട്. അപ്പൊ കാരണഭൂതത്തിന്റെ വോട്ട് കൊണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ വോട്ട് കൊണ്ടുമാണ് ഇയാള് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തോറ്റ അമ്പിയതിന് തുല്യമാണെന്നേ. PB-യിൽ പോലും ഇയാൾക്ക് സപ്പോർട്ടില്ല. അങ്ങനെ PB-യിൽ പോലും സപ്പോർട്ടില്ലേ. ഇയാളെയും തലയിൽ വെച്ചിട്ടാണ് ഗോവിന്ദൻ നടക്കുന്നത്. എത്ര കാലം. അപ്പോഴാണ് ഏരിയ കമ്മിറ്റികൾ മുഴുവനും പറയുന്നത് മാറ്റടോ എന്ന്. അങ്ങനെയാണ് പാറശാലയിൽ കാരണഭൂതം തിരുവാതിരക്കളി കളിച്ച, അല്ലെങ്കിൽ തിരുവാതിരപ്പാട്ട് പാടിക്കൊണ്ട് ആ ഒരു പരിപാടി സംഘടിപ്പിച്ച നേതാവ് S. അജയ്കുമാർ എന്ന് പറയുന്ന പാറശാലയിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറയാണ്, കാരണഭൂതമേ ഇറങ്ങിപ്പോടോ, നിന്റെ പേരിൽ പണ്ട് തിരുവാതിരക്കളിയൊക്കെ ഞാനിവിടെ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ നീ ചെയ്തത് എന്തൊക്കെയാണ്? നീ നാടിനെ മുഴുവൻ കുട്ടിച്ചോളാക്കിയില്ലേ. നീ ഇനിയും ഈ പ്രതിപക്ഷ നേതാവാണെന്നും പറഞ്ഞാണ്ടിരിക്കരുതോ, ഇറങ്ങിപ്പോ, രാജിവെച്ച് പോ എന്ന് S. അജയ്കുമാർ പറയുമ്പോ അത് കേരളത്തിന്റെ മുഴുവൻ ശബ്ദമാണ്, കേരളത്തിന്റെ മുഴുവൻ ആവശ്യമാണ്. ഇതാണ് ഓരോരോ ഏരിയ കമ്മിറ്റികളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. പക്ഷെ ഇതൊന്നും ഗോവിന്ദൻ പറയുന്നത് എന്താണ്? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെ വെറുതെ പറയാണ്, മാധ്യമങ്ങൾ വെറുതെ പറയാണ്. എന്നിട്ട് പറയുന്നു ആരും മിണ്ടരുത്, കാരണഭൂതത്തെ പറ്റി മിണ്ടരുത്. ഏതായാലും CPM തീർന്നു. ഇനി കേരളത്തിലെ CPM എന്ന് പറയുന്നത് ഏറ്റവും സംശുദ്ധിയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ, V. കുഞ്ഞികൃഷ്ണന്റെയും DKGയുടെയും G. സുധാകരന്റെയും KK രമയുടെയും ഒക്കെ നേതൃത്വത്തിൽ, CP ജോണിന്റെയും ഒക്കെ നേതൃത്വത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ, അതല്ലാതെ ഈ കൊള്ള സംഘത്തിന്റെ അല്ല കേട്ടോ, അവരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ ഉദയം കൊള്ളാൻ പോകുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.